ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ലാവയുടെ ഒരു 15,000 രൂപയുടെ ഫോൺ, ലാവയുടെ ബ്ലേസ് ഡിയോ DUO അങ്ങനെ തന്നെയാണോ വായിക്കുന്നത്, ഡിയോ എന്നല്ല ഡിയോ, ആ ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. 15,000 രൂപ റേഞ്ചിലാണ് ഫോൺ വരുന്നത്. ബാക്കിൽ മറ്റേ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് ക്യാമറയുടെ ബാക്കിൽ. അപ്പോൾ ആ റേഞ്ചിൽ വേറെ ഏതൊരു ഫോൺ ഇപ്പം അങ്ങനെ ഡിസ്പ്ലേ ഉള്ള ഫോണില്ല. അപ്പം ഇതിനാ സെക്കൻഡറി ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. ബട്ട് നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. അതായത് 6GB 128GB 8GB 128GB വരുന്നുണ്ട്. അതിൽ ബേസ് മോഡലിൻ്റെ നോർമൽ ആയിട്ടുള്ളൊരു പ്രൈസ് എന്ന് പറയുന്നത് 16,999 ആണ്. ആമസോണിലാണ് ഈ ഒരു ഫോൺ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 8GB 128GB വേരിയൻ്റെ പ്രൈസ് 17,999 കിട്ടുന്നുണ്ട്. ബട്ട് ഇത് കൂടാതെ തന്നെ ഒരു 2,000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഡിസ്കൗണ്ട് കൂടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2,000 രൂപ കുറച്ചിട്ട് 15,000 രൂപയ്ക്ക് ഇതിൻ്റെ ബേസ് മോഡൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 15,000 രൂപയുടെ ഫോൺ, ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. 2 കളേഴ്സിൽ ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. ഒരു ബ്ലൂ ഉണ്ട്, ഒരു വൈറ്റും വരുന്നുണ്ട്. രണ്ടും അത്യാവശ്യം കാണാൻ കൊള്ളാം. ബാക്കിലൊരു ഡുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ബാക്കിലൊരു 1.58 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേ ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം റിയർ ക്യാമറയിലൊക്കെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അത് യൂസ്ഫുൾ ആയിരിക്കും. ബാക്കി എന്തൊക്കെ ഫീച്ചർ ഉണ്ട് എന്നുള്ളത് അവർ എടുത്ത് പറഞ്ഞിട്ടില്ല. കുറേ കാര്യങ്ങൾ അവർ എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എന്താണെന്ന് ഇപ്പം അറിയില്ല, കാരണം അവർ പറഞ്ഞിട്ടില്ല. സോ മെയിൻലി വീഡിയോസൊക്കെ എന്തായാലും എടുക്കാൻ വേണ്ടി പറ്റും. അതൊക്കെ എന്തായാലും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഡിസ്പ്ലേ, അതും അമോലെഡ് ഡിസ്പ്ലേ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ കുഴപ്പമൊന്നും പറയാനില്ല, എന്നാലും അത്ര രസമൊന്നുമില്ല കാണാൻ. കാരണം ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു അഗ്നി എന്നൊരു ഫോണുണ്ട്, ഒരു 20,000 25,000 ആ റേഞ്ചിലുള്ളൊരു ഫോൺ. അതിൻ്റെ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഒരു പ്രീമിയം ഫീൽ വരുന്നില്ല. കാരണം 15,000 രൂപയേ ഉള്ളൂ. ബട്ട് ആ ഒരു റേഞ്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ലുക്ക് ഇതിന് വരുന്നുണ്ട്. ബട്ട് കാണാൻ ആ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു 15,000 രൂപയുടെ ഫോണാണെന്ന് ആരും പറയില്ല. കാരണം ആ ഒരു ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാരൊക്കെ അത്യാവശ്യം വലിയ ഫോണാണെന്നൊക്കെ വിചാരിക്കും. എന്നല്ലാതെ കുഴപ്പമൊന്നും ഡിസൈനെ പറ്റി പറയാനില്ല. പിന്നീട് വെയിറ്റ് പറയുകയാണെങ്കിൽ 186 ഗ്രാം വെയിറ്റും 8.5 mm തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലൈറ്റായിട്ടുള്ള, അത്യാവശ്യം വെയിറ്റ് കുറവാണ്, എന്നാൽ തിക്നെസ് അത്യാവശ്യം വരുന്നുണ്ട്. കുഴപ്പമൊന്നും പറയാനില്ല, ഇറ്റ്സ് ഓക്കെ. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.67 ഇഞ്ച് വരുന്ന ഒരു ഫുൾ HD അമോലെഡ് ആയിട്ടുള്ള 120 Hz 3D കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിന് വരുന്നുണ്ട്. 3D കർവ്ഡ് ആണ്, കാണാനൊക്കെ നല്ല രസം ഉണ്ടാവും. ഡിസ്പ്ലേ വൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് ഇതിനെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് പീക്ക് ബ്രൈറ്റ്നസ് എത്ര, ഹൈ ബ്രൈറ്റ്നസ് എത്ര ആണെന്നൊന്നും അവരെടുത്ത് പറഞ്ഞിട്ടില്ല. സോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല. സോ അല്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ഇറ്റ്സ് ഓക്കെ. ഈ ഒരു റേഞ്ചിൽ ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡിസ്പ്ലേ പറ്റിയും അങ്ങനെ ഇഷ്യൂസ് ഒന്നും പറയാനില്ല. പിന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യം ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ളതും അവർ പറഞ്ഞിട്ടില്ല. സോ ആ കാര്യത്തിലും വലിയ രീതിയിലൊരു വ്യക്തതയില്ല. പിന്നീട് ഇൻ ഡിസ്പ്ലേ ആയിട്ടുള്ള ഫിംഗർ പ്രിൻ്റ് സ്കാനർ വരുന്നുണ്ട്. ഡിസ്പ്ലേ വൈസ് ഇറ്റ്സ് ഓക്കെ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണാറുള്ള ആ ഒരു ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് ഇതിനും വരുന്നുണ്ട്. ദെൻ അടുത്തതാണ് ക്യാമറ വന്നിട്ട് 64 MBയുടെ പ്രൈമറി ക്യാമറ. ഇപ്പം വന്നൊന്നും 64 MB ഒന്നും കാണാനേ ഇല്ല. കാരണം കുറച്ച് വർഷങ്ങൾക്ക് ബാക്കിലാണെങ്കിൽ എല്ലാ ഫോണും 64 MB ആ ഒരു റേഞ്ചായിരുന്നു പിടിച്ചത്. പക്ഷേ ഇപ്പോൾ എല്ലാ ഫോണിലും ഒരു 15 MB ക്യാമറയായിട്ട് വന്നിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ 48 MB 64 MB ആ റേഞ്ച് ഉണ്ടായത്. പക്ഷേ ഇപ്പം വന്നൊന്നും എല്ലാത്തിലും കാരണം ആ ഒരു സമയത്ത് 108 MB അല്ലെങ്കിൽ 100 MP എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവം ഉണ്ടായത്. ഇപ്പം അങ്ങനെ മെഗാ പിക്സൽ ആരും നോക്കാത്തതുകൊണ്ട് ഇവരതും കുറച്ച് എല്ലാ ഫോണിലും 15 MB എന്ന റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. സോ ആ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. ഇതിൽ 64 MBയുടെ ആ ഒരു പഴയ ആ ഒരു ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. സോണിയുടെ സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോണിയുടെ ഏതാണെന്നുള്ളതും പറയുന്നില്ല. പിന്നീട് സെക്കൻഡറി ആയിട്ട് ഒരു 2 MB ക്യാമറ വരുന്നുണ്ട്. ആ ഒരു ക്യാമറ എന്തിനാണ് എന്നുള്ളതും ലാവ ഒന്ന് പറയണം. കാരണം ഞാൻ അവരെ വെബ്സൈറ്റിൽ പോയി നോക്കിയ സമയത്തും അതിൽ അവർ 2 MB ക്യാമറ മാത്രമേ പറഞ്ഞുള്ളൂ. അത് എന്താണ്, മാക്രോ ആണോ ഡെപ്ത് ആണോ ഒന്നും പറയുന്നില്ല. ഇനി വെറുതെ ഒരു 2 MB വെറുതെ വെച്ചാണോന്നും അറിയില്ല. സോ അതിലൊരു സംഭവമുണ്ട്, എന്തോ ഒരു നിഗൂഢമായിട്ടുള്ള ഒരു രഹസ്യം ആ ഒരു ക്യാമറയിലും വരുന്നുണ്ട്. പിന്നെ ഒരു LED ഫ്ലാഷും ബാക്കിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറ ആണെങ്കിൽ ഒരു 16 MBയുടെ സെൽഫി ക്യാമറ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. റിയറിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഫുൾ HD ആയിട്ട് 13 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ.
അപ്പോൾ ക്യാമറ വൈസ് ഇങ്ങനെയാണ്. പക്ഷേ ക്യാമറ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങുക, എല്ലാ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ടൊന്നും പോയിട്ട് വാങ്ങരുത്, ആദ്യമേ പറഞ്ഞേക്കാം. പിന്നീട് പെർഫോമൻസ് ആണ്. ഇതിൽ വരുന്നത് മീഡിയാടെക്കിൻ്റെ Dimensity 7025 എന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ആൻഡ് ടു സ്കോർ ഒക്കെ പറയുകയാണെങ്കിൽ 5 lakh ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. ബട്ട് ഇതിൽ വരുന്ന റാം ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ് LPDDR5 റാമാണ്, UFS 3.1 സ്റ്റോറേജും വരുന്നുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ. കാരണം ഈ റേഞ്ചിൽ ബാക്കിയുള്ള ഫോൺസൊക്കെ നോക്കുകയാണെങ്കിൽ 4X റാമൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല ഫാസ്റ്റർ ആയിട്ടുള്ള റാം ആൻഡ് സ്റ്റോറേജിൽ വരുന്നുണ്ട്. ആ കാര്യത്തിൽ ലാവ യു ആർ ദ ബെസ്റ്റ്. അപ്പോൾ ആ കാര്യം ബെസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് Android 14 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. സ്റ്റോക്ക് Android ആണ്. അടുത്ത Android 15 അപ്ഡേറ്റ് എന്തായാലും ഇതിൽ കിട്ടുന്നതായിരിക്കും. സോ ഹോട്ട് വയേഴ്സും ആഡ്സും ഒന്നും ഇല്ലാത്തൊരു ക്ലീൻ ആയിട്ടുള്ള UI ആണ് ഇതിൽ വരുന്നത്. സോ UIയുടെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും പറയാനില്ല. കാരണം സ്റ്റോക്ക് Android ആണ്. പിന്നെ അതിൻ്റെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതിലുള്ള ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും അതിൽ എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഒരു നോർമൽ ഡീസൻറ്റ് ലെവലുള്ള എന്നാലും അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ഇതിൽ വരുന്നുണ്ട്. ദെൻ ബാറ്ററി 5000 mAh ബാറ്ററി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അപ്പോൾ ഒരു 15000 രൂപയാണല്ലോ ഇതിൻ്റെ ഓഫർ പ്രൈസ്, അല്ലെങ്കിൽ ഒരു 18000 രൂപ. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഓക്കെയാണ്. അത്യാവശ്യം നല്ലൊരു സ്പെസിഫിക്കേഷൻസ് ഇതിൻ്റെ വരുന്നുണ്ട്. പിന്നീട് ലാഭയാണ്, സർവീസും കാര്യങ്ങളൊക്കെ അടുത്തുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. പിന്നീട് അവർ ഒരു ഹോം സർവീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നോക്കിയ സമയത്ത് അവർ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നിട്ട് സർവീസ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അത്രത്തോളം ആക്യുറേറ്റഡ് ആണെന്ന് അറിയില്ല. ബട്ട് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ലാവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ നോക്കിയ സമയത്തും എൻ്റെയും അടുത്തൊക്കെ തന്നെ സർവീസ് സെൻറ്റർ അവൈലബിൾ ആണ്. സോ ഗൂഗിൾ പോലെ ഒന്നുമല്ല, സർവീസ് സെൻറ്ററൊക്കെ ഉണ്ട്. അപ്പം അതും കൂടെ നിങ്ങൾ നോക്കുക. ലാഭയുടെ ഫോണാണ്. ബട്ട് റിവ്യൂസൊക്കെ നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം. പക്ഷേ അല്ലാത്ത രീതിയിൽ സ്പെസിഫിക്കേഷൻ വൈസ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പം ഡിസ്പ്ലേ ആണെങ്കിൽ നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്. ക്യാമറ ആണെങ്കിലും സ്പെസിഫിക്കേഷൻ വൈസ് ആട്ടോ പറഞ്ഞത്. ക്യാമറ ആണെങ്കിലും നല്ലതാണ്. പിന്നീട് പെർഫോമൻസ് ആണെങ്കിലും നല്ലതാണ്. ബാറ്ററി ആണെങ്കിലും നല്ലതാണ്. എല്ലാം ഓക്കെ ആയിട്ടുള്ള നല്ലൊരു ഡീസൻറ്റ് സ്പെക്ക് ഇതിന് വരുന്നുണ്ട്. ബട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ റിവ്യൂസൊക്കെ തന്നെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം വാങ്ങാം. സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ തന്നെ ലാവ ഫോൺസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ട് മാത്രം പോയിട്ട് വാങ്ങാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.